നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 2 ക്ലാസ്സിൽ ആകെ 4 ക്ലാസ് എടുത്തത്. അതിൽ ലാസ്റ്റ് 2 classes we were actually discussing about the different hardware components of embedded system, and to be precise, in the last class we were discussing about the software embedded into a system. I think we have discussed about the programming methods, how to program an embedded system. We have discussed 1 or 2 methods, I think. എവിടെ വരെ നമ്മൾ ലാസ്റ്റ് നോക്കിയത്? Which was the method? ഏതായിരുന്നു? അർച്ചിത, ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? അർച്ചിത, ഏതായിരുന്നു ലാസ്റ്റ് ടോപ്പിക്? എനിവൺ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മെഷീൻ ലാംഗ്വേജും കോഡിംഗ്. ഓക്കെ, സോ ബേസിക്കലി സോഫ്റ്റ്വെയറിനെ പറ്റി പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഈസ് ആക്ച്വലി ദ brain of the embedded system, which controls the different operations, how the different hardware components should perform. That is actually decided by the software. നമുക്ക് ഹാർഡ്വെയർ കമ്പോണൻസ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ അതിനെപ്പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഹാർഡ്വെയർ കമ്പോണൻസ് ഒക്കെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ ഈസ് ദ ബ്രെയിൻ ഓഫ് ദി embedded system. So the entire or the final software version along with the data, that is a final code along with the data, is actually called ROM image file. And already പറഞ്ഞിട്ടുണ്ട്, this is the final version of the software code. നിങ്ങളുടെ final software version നമ്മൾ ROM image എന്നാണ് പറയുന്നത്. We know that this software is actually burned or placed into a read-only memory. നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് we are actually burning that to a memory, which is actually a read-only memory. Usually നമ്മൾ യൂസ് ചെയ്യുന്നത് ROM അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറീസ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. In 90% of the cases we depend upon ROM for storing the code. Instructions സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി we usually depend upon ROM. So the final code along with the data is actually called ROM image. Image എന്ന് പറയാൻ കാരണം this is actually similar to an image. നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ we call that as image, that image as containing number of pixels അല്ലേ. ഒരു ഇമേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ we will be having a number of pixels in that. In a similar manner, ROM image is actually a setup where we will be having instruction bytes. നമുക്ക് instruction bytes, ROM addresses ഉണ്ടാവും, അതിൽ instruction bytes ഉണ്ടാവും. Along with that, this ROM image will also contain a table which holds two things, or two columns rather we will say. One is the memory address and code bytes. ROM image എന്ന് പറയുന്നത് ഫൈനൽ എക്സിക്യൂട്ടബിൾ കോഡ് അലോങ് വിത്ത് ദ ഡേറ്റ, അതിനാണ് നമ്മൾ ROM image എന്ന് പറയുന്നത്. ആ ROM ഇമേജിനകത്ത് അലോങ് വിത്ത് ദാറ്റ് വിൽ ബി ഹാവിംഗ് എ ടേബിൾ വിച്ച് ഡിഫൈൻസ് ടു തിങ്സ്, ദാറ്റ് ഈസ് അഡ്രസ്, മെമ്മറി അഡ്രസ് ആൻഡ് കോഡ് ബൈറ്റ്സ്. എന്ന് വെച്ചാൽ ആ അഡ്രസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ യു വിൽ ബി ഹാവിംഗ് എ ബൈറ്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ് ഇൻസ്ട്രക്ഷൻ, റൈറ്റ്. നമുക്ക് ഈ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് 1s and 0s ആണ്, റൈറ്റ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ബി ഹാവിംഗ് എ കോഡ് ബൈറ്റ് 1 0s 1 ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ. 3 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ബി ഹാവിംഗ് എ ബൈറ്റ് അല്ലെങ്കിൽ യു വിൽ ബി ഹാവിംഗ് എ 1-0 കോമ്പിനേഷൻ. ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ വൺ പർട്ടിക്കുലർ അഡ്രസ്. സോ ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ഇൻഫോർമേഷനും ഉണ്ടാവും ഏതിന്റെ കൂടെ, ROM ഇമേജിന്റെ കൂടെ. Is that clear? ക്ലിയർ ആണോ പറഞ്ഞത്? Okay. Then we were actually seeing how the programming is done. Programming നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ we are having 3 methods. First one is machine code programming. എന്തൊക്കെയായിരുന്നു മെഷീൻ കോഡ് പ്രോഗ്രാമിങ്ങിന്റെ ഫീച്ചേഴ്സ്? machine language programming, machine language programming, machine code or machine language. Yes, machine language എന്ന് പറയുന്നത് മെഷീൻ മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, വിച്ച് ഈസ് ദാറ്റ്
That is actually ones and zeros. This is actually the language which machine understands. But നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ഇൻസ്ട്രക്ഷന് പകരം ഇഫ് യു ആർ ഹാവിങ് ആൻ ഇൻസ്ട്രക്ഷൻ, മൂവ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെ സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് യു ഹാവ് എ കോഡ് ബൈറ്റ് ലൈക്ക് 10101010. ദിസ് ഈസ് ദ കോഡ് ബൈറ്റ് കറസ്പോണ്ടിങ് ടു ദിസ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ വി ഷുഡ് ബി ഏബിൾ ടു, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓർ വി ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ദിസ് കോഡ്. ഈ ഒരു കോഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ ഒരു കോഡിങ് നമ്മൾ ചെയ്യണമെങ്കിൽ വി നീഡ് ടു കറസ്പോണ്ടിങ് ടു ദ ഇൻസ്ട്രക്ഷൻ സെറ്റ്. നമുക്കൊരു പ്രോസസ്സർ പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ യൂഷ്വലി ഇൻസ്ട്രക്ഷൻ സെറ്റ്, ബട്ട് ഈ കേസിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് മാത്രം പോരാ, വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു റൈറ്റ് ദ കോഡ് ബൈറ്റ് കറസ്പോണ്ടിങ് ടു ദ ഇൻസ്ട്രക്ഷൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഗ്രാമർ must know code byte corresponding to instructions. So that is not actually a feasible method. അല്ലേ, ഈ കോഡ് ബൈറ്റ്സ് എല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഫീസിബിൾ. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. ദിസ് ഈസ് ടൈം കൺസ്യൂമിങ്. This is a time consuming method. At the same time, not commonly used. These are all the features of machine language programming. And the second method is, the പറഞ്ഞുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. Second method is assembly language programming. Assembly language programming. That is the second method, which is something you have learned in 8051 and all. 8051 programming സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. വേർ ദ മൂവ് ഇൻസ്ട്രക്ഷൻസ്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. മൂവ് പ്രോസസ്സർ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ലാബ്, മൈക്രോ പ്രോസസർ ലാബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അഭിജിത്തെ? സാറില്ല, അത് അടുത്ത സെമ്മിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ അതിന്റെ കോഡിങ് പഠിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് എങ്കിലും. ചെറുങ്ങനെ പഠിച്ചു. ഓക്കെ, അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വരുന്നൊക്കെ അറിയാലോ, മൂവ് എ കോമ ബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? സോ ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് ഓൾസോ നീഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദ മെഷീൻ ലാംഗ്വേജ്. അല്ലേ, മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഇപ്പോഴും അപ്പോഴും എന്ത് തന്നെയാണ്? മെഷീൻ കോഡ് തന്നെയാണ്, 1 zeros തന്നെയാണ് മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ്. ബട്ട് ഹിയർ വി ആർ യൂസിങ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദിസ് ഫോർമാറ്റ്, which is in fact called assembly language, and this needs to be converted into machine language for system understanding. അല്ലേ, അങ്ങനെ ഒരു പ്രോസസ് അവിടെ നടക്കണം. ഏതാ? നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസിനെ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് need to be converted into machine language. ആരാ ഈ കൺവേർഷൻ ചെയ്യുന്നത്? What or which factor actually language? ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നത് ആരാണ്? അസംബ്ലർ. യെസ്, അസംബ്ലർ ഈസ് ആക്ച്വലി ദ converter which converts assembly language instructions to machine language. So you need an assembler in that case. And this language, this assembly language programming is particularly used for configuring certain hardware components, like configuring. It is usually used for configuring ports, DAC, ADC, etc. This assembly language programming is specifically used for coding or configuring ports, that is the serial and parallel ports, DAC, ADC, etc. And also you need to draw a diagram for showing the conversion that I will draw here.
ഒന്ന് ശ്രദ്ധിക്കണേ ആദ്യം, അത് കഴിഞ്ഞ് നിങ്ങൾ വരച്ചു. So this is actually a block diagram which represents how the assembly language that we are coding in this method. ഈ ഒരു programming method we are actually using assembly language. How that is being converted into a ROM image file. That is actually what we are seeing in this block diagram. So we are having the assembly language program. Then the assembler, as you know, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അസംബ്ലർ, ലിങ്കർ, ലോഡർ, ഈ ടേംസ് ഒക്കെ നമ്മൾ COA പഠിച്ചാണ്. So I'm using that here also. So assembler in fact converts assembly language to the machine code for the program at various addresses. Then what is the function of linker? So we'll be in the assembly language program, നമ്മൾ എഴുതിയിരിക്കുന്ന ആ program we will be using plenty of functions, right? കുറേ functions നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ. ഫങ്ഷൻസ് വിൽ ബി ഹാവിങ് സബ് പ്രോഗ്രാംസ്. ഇപ്പം ഡിലേ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, ഡിലേ ഈസ് ആക്ച്വലി എ ഫങ്ഷൻ വിച്ച് വിൽ ബി ഹാവിങ് കോഡ്സ് ഫോർ ദാറ്റ് ഫങ്ഷൻ ഇറ്റ്സെൽഫ്. ആ ഒരു ഫങ്ഷന് തന്നെ കുറെ കോഡ്സ് ഉണ്ട്. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് എ ലൈബ്രറീസിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് എ ഡിലേ ഫങ്ഷൻ. ഡിലേ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. കുറെ ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ഡിലേ എന്ന് പറയുന്നത്. സോ വെൻ വി ആർ യൂസിങ് ദാറ്റ് ലൈബ്രറി ഫംഗ്ഷൻ ഇൻ ദ മെയിൻ പ്രോഗ്രാം വി നീഡ് ടു ലിങ്ക് ദാറ്റ് ത്രൂ എ ലിങ്കർ. ഏതാ മെയിൻ പ്രോഗ്രാമിലേക്ക് ഇത് ലിങ്ക് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ ആക്ച്വലി യൂസിങ് ലിങ്കർ. സോ വാട്ട് ലിങ്കർ വിൽ ഡു ഈസ് ലിങ്കർ വിൽ ടേക്ക് ദ necessary library functions from the libraries. From libraries needed machine codes will be taken to the or will be combined or linked together with the actual program. നമ്മുടെ പ്രോഗ്രാമായിട്ട് ഈ രണ്ട് ലൈബ്രറി ഫംഗ്ഷൻസിൽ ലിങ്ക് ചെയ്യുന്നതാണ് ലിങ്കർ ചെയ്യുന്നത്. ഡേറ്റ ബൈറ്റ്സ് ലിങ്കർ ചെയ്യുന്നത്. Now we need to load this into the ROM memory. We have our main program which is converted through assembler into machine code, which is in fact linked with the library functions with the help of a linker. And now this has to be loaded into the ROM. For that we are using loader, which actually does this loading process in two methods. One is it will allocate memory. നമ്മളിപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് അല്ലെ, ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻസ് എല്ലാം വന്നു, ഫംഗ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ ഫംഗ്ഷൻസ് എല്ലാം ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ പ്രോഗ്രാം നിങ്ങൾക്ക് ലോഡ് ചെയ്യണം മെമ്മറിയിൽ അല്ലേ. ആ ലോഡ് ചെയ്യാന്ന് വെച്ചാൽ മെമ്മറിയിൽ എവിടെ ലോഡ് ചെയ്യണം അത് തീരുമാനിക്കണ്ടേ. ഫോർ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് പാർട്ട് ഓഫ് ദി മെമ്മറി ഈസ് ഫ്രീ. മെമ്മറിയിൽ എവിടെയാണ് ഫ്രീ സ്പേസ് ഉള്ളതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി ഡൺ വിത്ത് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലോഡിംഗ്. ലോഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് വി ആക്ച്വലി ഫൈൻഡ് ദ ഫ്രീ സ്പേസസ് ഇൻ ദ മെമ്മറി. നമുക്കിത് ലോഡ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? റോമിലേക്കാണ് ലോഡ് ചെയ്യേണ്ടത്. ഏതാണ്? നമ്മുടെ പ്രോഗ്രാം നമ്മളിപ്പോൾ എഴുതിയ അല്ലെ കോഡ് ചെയ്തിട്ടുള്ള ആ പ്രോഗ്രാം വി നീഡ് ടു ലോഡ് ദാറ്റ് ഇൻ ദ റോം. For that initially we need to check which are the free spaces in the memory. So that is the first process of loading. Loading in first process il machine code ready for locating at various addresses. And then we have the burner or nammal aa burn cheya alle place cheya ennu parayna process. We are actually placing this code in the embedded system ROM memory. Code മാത്രമാണോ? അല്ല, data bytes. Code along with the data is actually burned into the embedded system. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. റോം ഇമേജ് ഫയലിന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോഡ് along with the data. അതാണ് data bytes we are taking that into the burner, and finally these two will be burned into the embedded system ROM memory. Clear? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. 3 basic steps: assembler, linker and loader. വരച്ച് കഴിഞ്ഞിട്ട് പറയണേ. വരച്ച് കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് കമന്റ് ദാറ്റ്. ഓക്കെ,
Okay. ബാക്കിയുള്ളവർ? എടാ കഴിഞ്ഞവർ കഴിഞ്ഞു എന്ന് പറ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ മടിയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ പറയില്ല കഴിഞ്ഞു എന്ന്. ആ ഒരു സെൻസ് തന്നെ എടുക്ക്. രണ്ടുപേരെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പം. ഓക്കെ ഫൈൻ. ശരി. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് അസംബ്ലി ലാംഗ്വേജ്. ഇതെല്ലാം ഇതിന്റെ ബേസിക്സ് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് മോഡ്യൂൾ. അതിൽ ഈ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫുൾ സമയം അതിനുവേണ്ടി പോകും. ബാക്കി താഴോട്ട് വരുന്ന മോഡ്യൂൾസ് നിങ്ങൾ ഡീറ്റെയിൽസ് പഠിക്കും. So we are moving to the third type of programming, third and last type, which is high level programming. Third and last type is high level programming, where we will depend upon the usual coding languages, high level programming languages like C, C++, Java, etc. ഈ പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ്. ദീസ് ആർ ഓൾ യൂസർ ഫ്രണ്ട്ലി. നമുക്ക് എന്താ അതിന്റെ ഹാർഡ്വെയർ സ്ട്രക്ചർ മാത്രം അറിഞ്ഞാൽ മതി ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻസ്. മച്ച് യൂസർ ഫ്രണ്ട്ലി. ആൻഡ് ഈ കേസിൽ നിങ്ങൾക്കിപ്പം എല്ലാ കേസിലും ഹൈ ലെവൽ പ്രോഗ്രാം, ഏത് ലെവൽ പ്രോഗ്രാമിംഗ് ആണെങ്കിലും അപ് ടു വാട്ട് ലെവൽ ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി, എത്ര ഫ്രണ്ട്ലി ആണെങ്കിലും it has to be converted into machine language. That is the core thing that you should do in every programming processes. So here actually we are coding in C, right? C ആണെങ്കിൽ ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? Is that process conversion of high level programming language into machine language? Anyone? യെസ്, കമ്പൈലർ. സോ നമ്മൾ നേരത്തെ വരച്ച അതേ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഒരു വേറെ വേർഷൻ ഇവിടെ ഇപ്പം എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് ആണ്. സോ ഐ എം റൈറ്റിംഗ് ഹിയർ ഇറ്റ് ആസ് സി പ്രോഗ്രാം ഫങ്ഷൻസ്. സി പ്രോഗ്രാം ഫങ്ഷൻസ്. C program functions with the help of not assembler but compiler. അസംബ്ലർ ആയിരുന്നു ഏത് കേസിൽ? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തായിരുന്നു? അസംബ്ലർ ആയിരുന്നു. സോ ഹിയർ ഇറ്റ് ഈസ് കമ്പൈലർ വിച്ച് കൺവേർട്സ് ദ സി പ്രോഗ്രാം ഫങ്ഷൻസ് ഇൻടു വാട്ട്? മെഷീൻ കോഡ്. മെഷീൻ കോഡ്. Machine code for program at various addresses. For program at various addresses. പിന്നെന്താണ്? Compiling, then again it's linking from library needed machine codes. Be having linker which will linked code bytes for linked program, bytes for linked program. And the rest is all same. കേട്ടോ, ഇവിടെ നിന്നുള്ള ബാക്കി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് സെയിം ആസ് ദാറ്റ് ഓഫ് അവർ പ്രീവിയസ് ഫിഗർ. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്, ഇഫ് യു കോൾ ദിസ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ആസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മുടെ നേരത്തെ കേസിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംബ്ലർ ആയിരുന്നു, സെക്കൻഡ് സ്റ്റെപ്പ് വാസ് ലിങ്കർ, ആൻഡ് തേർഡ് വാസ് ലോഡർ, ആൻഡ് ഫൈനലി ഇറ്റ്സ് ബീൻ ബേൺഡ് ഇൻ ടു ദ മെമ്മറി, ഫോർത്ത് വൺ. അങ്ങനെയാണെങ്കിൽ തേർഡും ഫോർത്തും സ്റ്റെപ്സ്
അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനും ഹൈ ലെവൽ പ്രോഗ്രാമിങ്ങിനും സെയിം ആണ്. ഓക്കെ, അത് നിങ്ങൾ വരച്ചാൽ മതി. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്സ് ആർ സെയിം. The only difference is with respect to the compiler instead of assembler. ഇത് ഒരു പോയിന്റ് ഓർത്തോണം, ലോഡറിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് റീലൊക്കേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ടേം ഓർത്തോണം. റീലൊക്കേറ്റിംഗ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഫ്രീ സ്പേസ് ഇൻ ദ റോം. മെമ്മറിയിലെ ഫ്രീ സ്പേസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ റീലൊക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് വി വിൽ കോപ്പി ദ പ്രോഗ്രാം ഇൻ ടു ദാറ്റ് മെമ്മറി സ്പേസ്. കംപ്ലീറ്റഡ് കഴിഞ്ഞല്ലേ? ഓക്കെ. Next, we are going to see the architecture of ARM processor, or one of the embedded processor. Embedded system ഒരു processor ആണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആണ് RISC ആൻഡ് CISC. കേട്ടിട്ടുണ്ടാവല്ലോ ഈ രണ്ട് ടേംസ്. കേട്ടിട്ടുണ്ടോ? അശ്വിൻ ഉണ്ടോ? അശ്വിൻ പ്രസന്റ് അല്ലേ? ഹലോ, അശ്വിനെ നീ പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ. റിസ്കും സിസ്കും അല്ലേ? റിസ്കും സിസ്കും കേട്ടിട്ടില്ലേ നീ? എന്താണ് ഡിഫറൻസ് എന്നുള്ള ഓർക്കുന്നുണ്ടോ? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റും റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് computer architecture, and CISC is complex instruction set. എന്തായിരുന്നു ഡിഫറൻസ് ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും കുറച്ച് ഡിഫറൻസ്? ഒന്ന് പ്രോഗ്രാംസ് കുറച്ച് ഷോർട്ട്സ് ആയിരിക്കും. പ്രോഗ്രാംസ് കുറച്ച്
ഷോർട്സ് ആയിരിക്കും, ചെറുതായിരിക്കും, ലെങ്ത് കുറവായിരിക്കും. ഏതിലാ, ഏത് കേസിലാ? റിസ്കിൽ റിസ്കിൽ. പിന്നെ പിന്നെ സ്പേസും കുറവായിരിക്കും. എന്ത് കുറവായിരുന്നടാ? മെമ്മറി സ്പേസ് അത്രയും വേണ്ട. ഏതിനാണ് മെമ്മറി സ്പേസ് കൂടുതൽ വേണ്ടി വരിക? സിസ്കിന്. റിസ്കിനോ സിസ്കിനോ? സിസ്ക്. സിസ്ക് എന്നാ പറഞ്ഞ? സി ആണ് പറഞ്ഞത്. കോംപ്ലക്സ്. കോംപ്ലക്സിനാണ് മെമ്മറി സ്പേസ് കൂടുതൽ. എന്താ കാരണം? എന്താ മെമ്മറി സ്പേസ് കൂടുതൽ വരാൻ കാരണം? പ്രോഗ്രാമിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. പ്രോഗ്രാമിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഉറപ്പാണോ? പ്രോഗ്രാം ആണോ, നീ ഇൻസ്ട്രക്ഷൻ ആണോ പ്രോഗ്രാം ആണോ ഉദ്ദേശിക്കുന്നത്? ഇൻസ്ട്രക്ഷൻ അല്ലെ. ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമും തമ്മിൽ ഡിഫറൻസ് വരും. ഇത് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മൈക്രോ പ്രോസസർ യൂസ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. വി ഹാവ് ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലേ, അതിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. സോ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം വി റിയലൈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ സർട്ടൻ ഇൻസ്ട്രക്ഷൻസ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു 70% ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്തു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ പോയിന്റിലാണ് വി ഡിസൈഡഡ് ടു ഡിപ്പെൻഡ് അപ്പോൺ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്ന് വെച്ചാൽ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ബട്ട് കുറേ പുതിയ ഇൻസ്ട്രക്ഷൻസ്, കുറേ വലിയ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൺ ഇൻസ്ട്രക്ഷൻ. ഒരു 70% ഓഫ് ഇൻസ്ട്രക്ഷൻ ടൈം, 70% ഓഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സർട്ടൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിലായിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് കുറച്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. പക്ഷെ അങ്ങനെയുള്ള കേസിൽ വരാൻ പോകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അശ്വിൻ പറഞ്ഞ കേസിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത്, പ്രോഗ്രാംസ് ചെറുതാവുന്നത് ഏത് കേസിലായിരിക്കും? അശ്വിൻ ഒന്നുകൂടെ പറയാം. പ്രോഗ്രാംസ് ചെറുതാവുന്നത് എപ്പോഴായിരിക്കും? പ്രോഗ്രാമിന്റെ ലെങ്ത്. നമുക്കിപ്പം ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ നിനക്ക് ഒറ്റ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒറ്റ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് നിനക്ക് ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷനെ നിനക്ക് റെപ്രസെന്റ് ചെയ്യാം. കാരണം ആ ഒരു ഇൻസ്ട്രക്ഷൻ നിനക്ക് എവിടെ ഉണ്ടാവും? കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഉണ്ടാവും. ബട്ട് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് വെച്ചാൽ എന്താ? ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ ഏതിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് കുറവ്? അത് ഏതായാലും റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റിലായിരിക്കും. ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ലെസ്. അത് ഉറപ്പാണല്ലോ. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്. സോ ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ലെസ് ഇൻ ദ കേസ് ഓഫ് റിസ്ക് ആർക്കിടെക്ചർ. ദാറ്റ് ഈസ് ഫൈൻ. കോംപ്ലക്സിൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി മോർ. അറ്റ് ദ സെയിം ടൈം യു വിൽ ബി ഹാവിംഗ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ യു ക്യാൻ യൂസ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ. അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. അത് ചിലപ്പോൾ എവിടെ ഉണ്ടാവില്ല? റിസ്കിൽ ഉണ്ടാവില്ല. ആ കോംപ്ലക്സ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ വി വിൽ ഹാവ് ടു റൈറ്റ് എ ലെങ്തി പ്രോഗ്രാം ഇൻ റിസ്ക്. മനസ്സിലായോ അശ്വിൻ? അശ്വിൻ എന്നല്ല എല്ലാവർക്കും. അശ്വിൻ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക. അശ്വിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്? അശ്വിൻ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. അശ്വിൻ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. അത് ഞാൻ പറയുന്നത് കേൾക്കത്താണോ? ഓക്കെ. അശ്വിത, ഈസ് ദാറ്റ് ക്ലിയർ? ഞാനിപ്പം പറഞ്ഞത് മനസ്സിലായോ നിനക്ക് അശ്വിത? മനസ്സിലായോ? എന്നാ നീ ഒന്ന് പറഞ്ഞേ, എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം ഏതിലാണ് ഷോർട്ട്? ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം വിൽ ബി ഷോർട്ട് ഇൻ വിച്ച് കേസ്? റിസ്കില്. ആണോ? അതിന്റെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്മോൾ ആയിരിക്കും. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറവ് എവിടെയാണ്? റിസ്കില്. അത് സംഭവിച്ചു. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ഹാവിംഗ് വെരി സ്മോൾ. ഇപ്പം ഒരു സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്രയും ഇൻസ്ട്രക്ഷൻസേ ഉള്ളൂ. ഇത്ര ഇൻസ്ട്രക്ഷൻസ് നമുക്ക് റിസ്കിലുള്ളൂ. ആൻഡ് വി ആർ ഹാവിംഗ് പ്ലെന്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇൻ സിസ്ക് വി ആർ ഹാവിംഗ്. സോ ഇതില് ഇപ്പം ആവറേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടാവും. വിൽ ബി ഹാവിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ കോൾഡ് ആവറേജ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ബട്ട് നമുക്ക് ഈ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഈ ആവറേജ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടാവില്ല.
അതിന് പകരം ഈ ആവറേജ് പെർഫോം ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയാം. ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് സമ്മേഷനും ഡിവിഷനും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ ദാറ്റ് അല്ലേ. എ പ്ലസ് ബി ബൈ 2. എയും ബിയും അതിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എ പ്ലസ് ബി ബൈ 2 അല്ലേ ചെയ്യുക? പറഞ്ഞ മനസ്സിലായോ? സി നിങ്ങൾക്ക് ഇപ്പം റിസ്ക് ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് യു ആർ ഹാവിങ് ആഡ്, സബ്ട്രാക്ട്, ഡിവിഷൻ, ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസും ഇവിടെ നിങ്ങൾക്ക് ആവറേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനും ഉണ്ട്. ഇത് നമുക്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയതുകൊണ്ട് ദീസ് ആർ ഹാവിങ് സം ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഉള്ളി. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ റിസ്കിലുള്ളൂ. സിസ്കിൽ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിലൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഈ ആവറേജ് എന്ന് പറയുന്നത്. നമുക്കിപ്പം എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കണം. നമ്മൾ റിസ്കിലാണ് അത് എങ്ങനെ പെർഫോം ചെയ്യും അശ്വിത? റിസ്ക് ആർക്കിടെക്ചറിലാണ് നമ്മൾ അത് എങ്ങനെ പെർഫോം ചെയ്യണം? നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? എയും പ്ലസ് ബി ആദ്യം ചെയ്യണം, വേണ്ടേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഡിവിഷൻ പെർഫോം ചെയ്യണം. ആദ്യം സം ചെയ്യണം, പിന്നെ ഡിവിഷൻ ഓഫ് ഈ റിസൾട്ട് ബൈ 2 ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പ് വേണ്ടി വന്നു. ബട്ട് ഇവിടെ നമുക്ക് എന്തായി? ഈ ആവറേജ് പറയുന്ന ഒറ്റ ഫംഗ്ഷൻ ആവറേജ് എ കോമ ബി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞു അവിടെ അല്ലെ. ഈ ഒരു നമുക്ക് ഇവിടെ വേണ്ട കാര്യം ഈ ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞില്ല അവിടെ. അപ്പം ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം ഷോർട്ട് ആയത് എവിടെയാണ്? സിസ്കിലാണ് അല്ലെ. സിസ്കിൽ ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം വിൽ ബി ഷോർട്ട് ബട്ട് ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് സൈസ് വിൽ ബി ലാർജ്. ക്ലിയർ? പറഞ്ഞ മനസ്സിലായോ ഹരിത? ഹരിത ഹരിത മനസ്സിലായെന്നാണോ പറഞ്ഞേ? മനസ്സിലായി. ഓക്കെ ഫൈൻ. സോ നമ്മൾ ഈ നമ്മളുടെ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നമ്മളുടെ കമ്പാരിസൺ തന്നെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഞാനത് എല്ലാം കൂടി ഇപ്പം പറയുന്നില്ല. ഞാനതൊരു ടാബ്ലോ കോളം ആക്കി നിങ്ങൾക്ക് തരാം, അതായിരിക്കും ബെറ്റർ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ട് ചോദിച്ചാൽ മതി. സിൻസ് ദാറ്റ് ഈസ് നോട്ട് അവർ ടോപ്പിക്. ഇതിന്റെ കമ്പാരിസൺ അല്ല നമ്മുടെ ടോപ്പിക്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന ധാരണയിലാണ് ഞാൻ ഇരുന്നത്. ഫൈൻ. എനിവേസ് ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. 2-3 കമ്പാരിസൺ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കാണും. ദ ലെങ്ത് ഓഫ് പ്രോഗ്രാം വിൽ ബി ഷോർട്ട് ഇൻ ദ കേസ് ഓഫ് സിസ്ക്. ലെങ്ത് ഓഫ് പ്രോഗ്രാം വിൽ ബി more in the case of, like large in the case of RISC. The instruction set size will be less in the case of RISC. Instruction set size will be more in the case of CISC. അത് ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ. പിന്നെ കുറച്ച് വേറെ കമ്പാരിസൺസ് ഉണ്ട്. അത് ഓപ്പറേഷൻ നടക്കുന്നത് എത്ര മെഷീൻ സൈക്കിൾസിലാണെന്നുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. ഓക്കെ, ആ ഒരു കമ്പാരിസൺസ് ഐ വിൽ ഗീവ് ഇറ്റ് ആസ് എ ടാബ്ലോ കോളം. എനിവേസ് ആക്ച്വലി വി ആർ ഫോക്കസിങ് ഓൺ വൺ ഓഫ് ദി റിസ്ക് ആർക്കിടെക്ചർ. ഒരു റിസ്ക് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ARM. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹരിത കേട്ടിട്ടുണ്ടോ ആം പ്രോസസറിനെ പറ്റി? ഹരിത കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? So this is actually a type of RISC processor, advanced RISC microprocessor. Advanced RISC microprocessor. ഇതാണ് നമ്മൾ യൂഷ്വലി എംബഡഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോസസർ, ആം പ്രോസസർ. പല വേർഷൻസ് ഉണ്ട്. അതിലൊരു വേർഷന്റെ കേസാണ് നമ്മളിപ്പം പഠിക്കുന്നത്. ദാറ്റ് ഈസ് ARM 9 TDMI. This is actually the version that we are going to see. ഇതിന്റെ ആർക്കിടെക്ചർ ആക്കി നമ്മൾ പഠിക്കുക. ഓക്കെ, ഈ ARM 11 വേർഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടാബ്ലറ്റ്സിലും ആപ്പിൾ ഫോണിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സറാണ് ARM പ്രോസസ്സർ. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ALU യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. We will discuss in the next class, I think. Almost time is up. So അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. Okay, please mark your attendance. അറ്റൻഡൻസ് ഇപ്പോൾ ഇവിടെ എല്ലാവരും മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റാത്തവർ they should message me personally, otherwise you will be absent. ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർ
Okay, thank you.